inshallah. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah, wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. Rabbi zidna ilman nafi'a. Allahumma anfa'na bima 'allamtana wa 'allimna ma yanfa'una wa zidna ilma. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ഇരിക്കാനും കൂടാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. നമുക്ക് ശരിക്കും ഖുർആനിന്റെ മാർഗത്തിൽ ഇങ്ങനെ ശുഗലിലായിക്കൊണ്ടിരിക്കുക അല്ലെ, ഒന്ന് കഴിയുമ്പോ ഒന്ന്, ഒന്ന് കഴിയുമ്പോ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളാഹിന്റെ ദിക്റിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ശരിക്കും അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് അള്ളാഹുവിൽ അനുഗ്രഹം ലഭിച്ചവരാണ് എന്നുള്ള ഒരു സമാധാനം അല്ലെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹിന്റെ ദിക്ർ അല്ലെ. അള്ളാഹുവിന്റെ ദിക്റ് നമുക്ക് നിലനിർന്ന് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയ തൗഫീഖാണ്. ഇന്ന് രാവിലെ ഞാനൊരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നേ. അതില് പറയുന്നത് എന്താ വെച്ചാല് നമ്മളെ വീടുകളിൽ നിന്ന് പിശാജ് വീട്ടിൽ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ടേന്നുള്ളതാണ്. പിശാജ് മീൻസ് ഷയാത്തീനുകളിൽപ്പെട്ട ഷെയ്ത്താൻ എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത്. പിന്നെ നമ്മളെ വീട്ടില് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ടേന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞ എന്താന്ന് പറയാ, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ദിക്റ് ധാരാളമായി അള്ളാഹിനെ ദിക്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര പിശാജ് നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അത് ഭയങ്കരമായിട്ട് സഹായിക്കും എന്ന് പറയും. നമ്മളെ ഹൃദയത്തിലേക്കും നമ്മളെ വീട്ടിലേക്കും ഒന്നും തന്നെ പിശാച് വരാതിരിക്കാന് ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കാനാ പറയുന്നത്. പിന്നെ ഖുർആൻ പാരായണം പറയുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം, ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ എന്താ അറിയോ, പ്രത്യേകമായിട്ട് പറഞ്ഞത് സന്ധ്യാസമയം ആവുമ്പോ വാതിലുകളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട്, ജനലും വാതിലും എല്ലാം അടക്കാൻ ബിസ്മി ചൊല്ലിയിട്ട് അടക്കാൻ പറയുന്നുണ്ട്. എല്ലാ ജനലും വാതിലൊക്കെ. അത് മഗ്‌രിബിന് കുറച്ച് മുമ്പായിട്ടുള്ള ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അതിന്. ഇപ്പൊ കുട്ടികളെ ഒന്നും ആ സമയത്ത് പുറത്തു വിടാൻ പാടില്ല എന്ന് പറയുന്നില്ലേ. മഗ്‌രിബിനോട് അടുത്ത ആ ഒരു സമയം, കുറച്ച് മുമ്പായിട്ടുള്ള സമയം, നേരെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുട്ടികളെ. പിന്നെ അല്ലാതെ ചെറിയ കുഞ്ഞു മക്കളെയൊന്നും ആ സമയത്ത് പിന്നെ പുറത്തു വിടാൻ പാടില്ല എന്നിട്ട്, അതുപോലെ ജനലും വാതിലൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് അടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ അടക്കുന്നത് എന്തിനാന്ന്, കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലെ. വൈകുന്നേരം ആകുമ്പോ മൂളിപ്പാട്ടും പാടിയിട്ട് മൂപ്പര് വരാൻ തുടങ്ങും. അപ്പൊ എല്ലാരും ജനലടക്ക് വാതിലടക്ക് എന്ന് പറയും അല്ലെ, കൊതുക് കയറുന്നോണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും കൊതുവിന്റെ രൂപത്തിൽ മറ്റോറായിരിക്കും ചിലപ്പോ വരുന്നുണ്ടാകാം. അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ പരമാവധി നമ്മളെ വീടുകള് മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടുകളാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വൃത്തികേടുകൾ ഉണ്ടാകുന്നതിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. നജസ് വീട്ടിലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് സുമറിലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് 22-ാമത്തെ ആയത്താണ് അല്ലെ. ഇനി നമുക്ക് 23-ാമത്തെ ആയത്താണ് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن شرح الله صدره للإسلام فهو على نور من ربه وويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അപ്പം
കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് അള്ളാഹു അല്ലെ, അള്ളാഹു ഒരാൾക്ക് ഹൃദയ വിശാലത നൽകിയാൽ ഇസ്ലാമിന്റെ അള്ളാഹിന്റെ നൂറ് അല്ലെ, അള്ളാഹിന്റെ നൂറ് ഒരാളെ ഹൃദയത്തില് വിശാലമാക്കി നൽകി കഴിഞ്ഞാല് അവൻ പറഞ്ഞേ എത്രാമത്തെ ആയത്താണ്? 22ാമത്തെ ആയത്താണ് കഴിഞ്ഞ ആഴ്ച എടുത്തത്. അതാണ് പറഞ്ഞത്. ഇപ്പൊ 23 ഇന്ന് എടുക്കേണ്ടത്. സൂറത്ത് സുമറിലെ ഫഹു അലാ നൂരി മിൻ റബ്ബിഹി. അള്ളാഹു ഇസ്ലാമിലേക്ക് ഒരാൾക്ക് ഹൃദയവിശാലത നൽകിയാൽ അവൻ അള്ളാഹുവിന്റെ പ്രകാശത്തിലാന്ന് പറഞ്ഞ്, എന്നാൽ ഹൃദയം കടത്തുപോയ ആളുകൾ, അതുപോലെ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹിന്റെ ദിക്റാണ് ഇവിടെയും വിഷയം വരുന്നത് അല്ലെ. അള്ളാഹിനെ ഓർക്കുന്നതിനെ പറ്റി ഹൃദയം കടത്തുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലായിക ഫീ ളലാലിൻ മുബീൻ, അവര് പിന്നെ വ്യക്തമായ വഴികേടിലാണ് എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ ഓരോരുത്തർ അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർക്ക് റെക്കോർഡിംഗ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഇതില് ഓരോ ഭാഗങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്തുകളാണ് അല്ലെ. സൂറത്ത് സുമർ നമ്മൾ എടുക്കാൻ തുടങ്ങിയത് മുതലേ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഓരോ കാര്യങ്ങൾ പറയും. അള്ളാഹു പറയുന്ന കാര്യങ്ങള് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്ത ആയത്തിൽ എന്താ അള്ളാഹു താല പറയുന്നത്? അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്. അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? അവതരിപ്പിച്ചിരിക്കുന്നു. നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും നല്ല വിഷയം. കിതാബൻ മുതശാബിഹം മസാനി, അതായത് ഒരു കിതാബ്, ഗ്രന്ഥം അല്ലെ, അതെന്താണ്? മുത്തശാബിഹാണ്, പരസ്പര സാദൃശ്യമുള്ളതാണ്. പിന്നെയോ മസാനിയാണ്, മസാനിയാണത്. മസാനി എന്ന് പറഞ്ഞാല് ആവർത്തിത വചനങ്ങൾ അല്ലെ. സബഉൽ മസാനിന്ന് ഒരു സൂറത്തിന് പറയുന്നുണ്ട്. അത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ അല്ലെ. മസാനി, ആവർത്തിത വചനങ്ങളായ ഒരു ഗ്രന്ഥം, പരസ്പര സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളായ ഒരു ഗ്രന്ഥം. ശരിക്കും സൂറത്തുൽ ബഖറ പഠിച്ചിട്ട് ആലു ഇമ്രാൻ പഠിക്കുന്നവർക്ക് ഈ ആയത്ത് നല്ലോണം മനസ്സിലാവും. ഭയങ്കരമായ സാദൃശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇല്ലേ, പലതും നമുക്ക് ഭയങ്കരമായ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഓരോ ഭാഗങ്ങളും അല്ലെ. ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തന്നെ പരിശുദ്ധ ഖുർആൻ എടുത്താലും നമുക്ക് കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ എത്ര ഭാഗങ്ങളിലാ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ അതേപോലെ പറഞ്ഞിട്ടുണ്ടാവും, ചില സ്ഥലത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ഇതായിട്ടുണ്ടാവും. അപ്പൊ പരസ്പര സാദൃശ്യങ്ങളായിട്ടും ആവർത്തിത വചനങ്ങളായിട്ടുള്ള ഒരു ഗ്രന്ഥം അല്ലെ. എന്നിട്ട് അള്ളാഹു തആല എന്താ പറയുന്ന അറിയോ? തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. തഖ്ശഇറു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിറകൊള്ളും, രോമാഞ്ചപ്പെടും. എന്താ രോമാഞ്ചപ്പെടുന്നത്? മിൻഹു, അത് നിമിത്തം. എന്ത്? ഈ ഖുർആൻ നിമിത്തം. ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. ജുലൂദ് എന്ന് വെച്ചാല് തൊലികൾ. തൊലികൾ. അല്ലദീന യഖ്ശൗന റബ്ബഹും, അതായത് അല്ലദീന യഖ്ശൗന എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവരുടെ. ഈ മസാനിയൊക്കെ എന്താ അർത്ഥം പറഞ്ഞു? മസാനിയ ആവർത്തിച്ച് വരുന്നത്, ആവർത്തിത വചനങ്ങൾ. വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അത് നിമിത്തം വിറകൊള്ളുന്നു പറയുന്നത്. ഈ വചനങ്ങൾ അങ്ങനെ പാരായണം ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നീട് എന്താകും? തെലീനു, അത് മയപ്പെടും, മാർദ്ദവമാകും. ജുലൂദുഹും, അവരുടെ തൊലികൾ, വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും, ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്. ദാലിക ഹുദല്ലാഹ്, അതാകുന്നു അള്ളാഹുവിന്റെ ഹിദായത്ത്, ഹുദ, മാർഗദർശനം. യഹ്ദി ബിഹി മൻ യശാ വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അത് അള്ളാഹു തആല യഹ്ദി ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലൂടെ അള്ളാഹു തആല എന്താക്കുന്നു? മാർഗദർശനം നൽകുന്നു.
വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ആർക്ക് ആരെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ അവൻക്ക് എന്തില്ല, ഫമാ ലഹു മിൻ ഹാദ്, അവന് വഴികാട്ടുന്നതായിട്ട് ഒരാളുണ്ടാവൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇവിടെ നമുക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ചില സവിശേഷതകളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ഒന്നാമത് പറയുന്നത് എന്താന്ന് വെച്ചാല് അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലെ. ശരിക്കും ഈ ഖുർആനിനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, അതിലെ തദബ്ബുർ ചെയ്തിട്ട് ചിന്തിച്ച് അല്ലെ സാവകാശം അത് പാരായണം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല വർത്തമാനം തന്നെയാണ് അല്ലെ. അതില് ഒന്നും നമുക്ക് പറയാനില്ല. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിന്റെ അർത്ഥം നമ്മൾ കേട്ടില്ലേ, ആയിഷാന്റെ ആ ക്ലാസ്. ഇനി അത് ബാക്കി പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഖുർആന് ഹഖ തിലാവത്തിഹി അല്ലെ, ആ ഹഖ തിലാവത്ത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു പോയില്ലേ. ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചു, നമ്മള് ഹിഫ്ള് ചെയ്യുമ്പോ പൊതുവെ ഹിഫ്ള് ചെയ്യുന്ന ഭാഗം തന്നെയാണ് കൂടുതൽ ഓതാന്. അതുപോലെ തന്നെ ഹിഫ്ള് ചെയ്ത ഭാഗമാണ് കൂടുതൽ ഓതി നോക്കാം. കാരണം അത് മറന്നു പോകുന്ന വിചാരിച്ചിട്ട് അത് ഓതും. പിന്നെ അത് ഓതാനേ നമുക്ക് സമയം ഉണ്ടാവും. വേറെ ഭാഗം എടുത്ത് ഓതലും ഓക്കലും എല്ലാം പെൻഡിങ് ആയിരിക്കും. പക്ഷെ അങ്ങനെ പോരാ അല്ലെ. നമ്മളെപ്പോഴും അത് ഒരു ഭാഗത്ത് പഠനം എന്നുള്ള നിലക്ക് നമ്മൾ കൊണ്ടുപോവുകയും തിലാവത്ത് എന്നുള്ള നിലക്ക് ഒരു ഭാഗത്തും അല്ലെ അതിന്റെ ആശയങ്ങളും ഇതും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് അത് നമുക്ക് ഏറ്റവും എത്ര നമുക്ക് കേട്ടാലും ഓതിയാലും മതി വരാത്തത് തന്നെ അല്ലെ. ഞാനിങ്ങനെ ഇന്ന് രാവിലെയും കൂടി ഞാനിങ്ങനെ ചിന്തിച്ചേ, ഇവിടുത്തെ ഉപ്പാക്ക് ഇങ്ങനെ എപ്പോഴും മൊബൈൽ ഇങ്ങനെ ഖുർആൻ വെച്ചു കൊടുക്കണം, അവർക്ക് കേൾക്കാൻ ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പം കുട്ടികളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു കൊടുക്കുന്നതാണ്. അന്നേരം ഓരോ സമയം വേറെ വേറെ കാര്യങ്ങളുടെ കിറാത്ത് ഉണ്ടാവുമല്ലോ, ഒന്ന് കഴിയുമ്പോ വേറൊന്ന് വരും, അങ്ങനെ വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം സൂറത്തുൽ വാഖിയ റഹ്മാനും സൂറത്തുൽ കഹ്ഫ് യാസീൻ ഇങ്ങനത്തെ സൂറത്തെ വെച്ചു കൊടുക്കല് എന്ന് വെച്ചാല് അത് കേൾക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂ, നമുക്ക് ഒന്നിച്ച് ഓതാൻ ചെയ്യാ. ഉപ്പയും തന്നെ അങ്ങനെ ഒന്നിച്ച് ഒരു അശ്രദ്ധമായി പോകണ്ടെന്നുള്ള നിലക്ക് അങ്ങനെ വെച്ചു കൊടുക്കലാന്ന്. അപ്പൊ ഞാൻ അത് ഒരു കണക്കിന് ഇങ്ങനെ വെക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൂടെ തന്നെ അധികം ഓതുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാല്, ഒരാള് ശബ്ദത്തിൽ അത് ഓതുമ്പോ അത് വേറെ തന്നെ ഒരു രസം. അത് നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്ന ഒരു ദിവസം എന്നാലും അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തോന്നും. എന്നാലും വേറെ കാര്യം ഓതുമ്പോ അത് വേറെ തന്നെ ഒരു ഭംഗി. വേറെ ആരെങ്കിലും ഓതുമ്പോ അത് വേറെ അല്ലെ. ഓരോ കാര്യങ്ങള് ഖിറാത്ത് എല്ലാം ഈ ഖുർആനല്ലേ. സുബ്ഹാനല്ലാഹ്, ഈ ഖുർആനല്ലേ ഓതുന്നത്. എന്നിട്ട് നമ്മള് മക്കളെല്ലാം തന്നെ ഓരോരാൾ ഓതുമ്പോ അത് വേറെ തന്നെ ഒരു ഭംഗി അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ഓതുമ്പോ നമുക്ക് ഓതി കേൾക്കുമ്പോ അത് നമുക്കൊരു വേറെ തന്നെ ഒരു രസം അല്ലെ. ശരിക്കും എല്ലാത്തിലും എന്താ പറയാ, ഞാനതിങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നോക്കുമ്പോ ഈ ആയത്ത് തന്നെ നമ്മളെ മുമ്പിൽ അള്ളാഹ് അത് കൊണ്ടുവന്നിട്ട പോലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. നമുക്കതിനെ ശരിക്കും ആസ്വദിച്ച് അതിന്റെ ആശയം, അർത്ഥം എല്ലാം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അള്ളാഹു നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ശരിക്കും സഹാബാക്കളൊക്കെ ഈ ഓരോ സൂറത്തുകൾ പഠിക്കാൻ വർഷങ്ങൾ എടുത്തു എന്ന് പറയുമ്പോ ശരിക്കും ഞാനിങ്ങനെ ചിന്തിച്ച്, ശരിക്കും വർഷങ്ങൾ തന്നെ വേണം. നമ്മളെ പോലെയുള്ള സ്ത്രീകൾ പൊതുവെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടുന്നത് അല്ലെ. എന്നാലും അൽഹംദുലില്ലാ നമുക്കതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് അതിനൊക്കെ അവസരം തരുന്നുണ്ടല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പം ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാ. നമ്മള് സൂറത്തുൽ ബഖറ ഒരു ഗ്രൂപ്പിൽ ഇതാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞ് ഫുള്ളായിട്ട് ഓതി കൊടുത്ത് സമ്മാനം എല്ലാം വാങ്ങിച്ച് മറ്റേ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പക്ഷേ ഉണ്ടല്ല, നമ്മളത് ഓതാണ്ട് അല്ല ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മറന്നു പോവുകയും ചെയ്യും, ബന്ധം വിട്ടുപോകും. പക്ഷെ അതല്ല വിഷയം. നമ്മൾ 3-3.5 വർഷം ഏകദേശം 4 വർഷം കൊണ്ടാണ് ആ ദൗറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തത് സൂറത്തുൽ ബഖറ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും സൂറത്തുൽ ബഖറയിൽ തന്നെ ഇങ്ങനെ ഇപ്പൊ ആയിഷാന്റെ ക്ലാസ് തുടങ്ങിയപ്പോ വീണ്ടും നമ്മൾ ഒന്നും കൂടി അതിന് മുമ്പ് അബ്ദുസലാം മുഹമ്മദിന്റെ ക്ലാസ്സും ഇങ്ങനെ ഓരോ ദിവസം ഓരോ ആയത്ത് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു.
അപ്പോഴൊന്നും ഒരു മടുപ്പ് തോന്നുന്നില്ല. അതാ അഹ്സനൽ ഹദീസ് അള്ളാന്റെ വർത്താനായോണ്ടല്ലേ. നമുക്കിത് ആര് പറയുന്നല്ല അല്ലെ, ഇത് ആര് പറയുന്നല്ല, അത് ആയിഷ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സലാമോങ്ങ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഹസീന ടീച്ചർ പറയുന്നുണ്ടോ അല്ല. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഇത്ര ഇമ്പവും രസവും തോന്നുന്നത് ഈ പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് അല്ലെ. അള്ളാഹിനെ കുറിച്ച് അള്ളാന്റെ കലാമോദിയിട്ട് അതാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, അതിൽ ഇത്രയും മാത്രം ആസ്വാദനം നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും ഒന്നും ആസ്വാദനം കിട്ടൂല കേട്ടാ. ചില ആൾക്കാർക്ക് ഒന്ന് ക്ലാസ് കേട്ടാല് എന്ത് ക്ലാസ്, അങ്ങനെ ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു നിലപാടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. പക്ഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പറഞ്ഞ രീതിയിലേക്ക് ഖുർആനാണ് ഇത് പറയുന്നത്, അത് പിന്നെ അള്ളാന്റെ കലാമാണെന്നുള്ള ആ ഒരു ആസ്വാദനത്തിലേക്ക് പലപ്പോഴും പലർക്കും എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഇല്ലേ, നമ്മളൊന്നുമില്ല, വെറുതെ അർത്ഥം അറിയില്ല, ഒന്നും അറിയാണ്ട് വെറുതെ ഓതിയാൽ പോലും എന്തുണ്ട്, അതിലൊരു ആസ്വാദത ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ പറഞ്ഞത്, മുത്തശാബിഹ എന്ന് പറഞ്ഞു അല്ലെ. മുത്തശാബിഹ എന്ന് പറഞ്ഞു. മുത്തശാബിഹ എന്ന് പറഞ്ഞാല് പരസ്പര സാദൃശ്യമുള്ളത്. നമ്മൾ സൂറത്തു ആല ഇമ്രാനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ വരുന്നുണ്ടല്ലോ മുത്തശാബിഹായ, ഇതിന്റെ മുഹ്കമാത്തും മുത്തശാബിഹാത്തും പറയുന്നുണ്ടല്ലോ അല്ലെ. അതായത് പിന്നെ എന്നല്ലേ ഏ മുത്തസാബിയൻ സ്വർഗത്തിലെ പഴങ്ങളെ കൊണ്ട് പറയുമ്പേ അത് സാദൃശ്യമുള്ള സൂറത്തുൽ ബഖറയിൽ വരുന്നുണ്ട്. അതെ അതെ അതെ, മാഷാ അല്ലാഹ്. അങ്ങനെ അല്ലാണ്ട് ഈ ആയത്ത് ഖുർആനെ കുറിച്ച് തന്നെ പിന്നെ മുത്തശാബിഹും മുഹ്കമാത്തും എന്നുള്ള രീതിയിൽ പിന്നെ അർ-റാസിഖൂന ഫിൽ ഇൽമി എന്നുള്ള ആ ഒരു ആയത്തില്ലേ സൂറത്തുൽ ബഖറയിൽ, അല്ല ആല ഇമ്രാനിൽ വരുന്നുണ്ട്. ഫസ്റ്റ് പേജ്. അതെ, ഫസ്റ്റ് പേജില്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് ശരിക്കും ഈ ഒരു ഈ പരസ്പര സാദൃശ്യമുള്ളത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഘടനാക്രമം, പിന്നെ ആ ഒരു പ്രതിപാദന രീതി, ഞാൻ പറഞ്ഞേ ഭയങ്കര നമുക്കൊരു ആകർഷണീയത തന്നെയാണ് അല്ലെ. ആ സാഹിത്യ ശൈലി, പിന്നെ അർത്ഥ ഗാംഭീര്യത. നമ്മള് എനിക്ക് തന്നെ ഭയങ്കര അതിശയപ്പെടുന്ന ഒരു കാര്യം സൂറത്തുൽ ബഖറിന്റെ കാര്യം. കാരണം നമ്മളത് കുറച്ച് പഠിച്ചു എന്നുള്ള ഒരു ഇതുണ്ടായില്ലല്ലോ. പക്ഷെ പിന്നെയും കേൾക്കുമ്പോൾ വിചാരിക്കുന്നു ഒന്നും പഠിച്ചിട്ടില്ല, ഈ ആയത്തിൽ ഇനിയും എത്രയോ പഠിക്കാനുണ്ട്. നമ്മള് ഇപ്പൊ ഒരു സൂറത്ത് പഠിച്ച് അതിന്റെ അർത്ഥം പഠിച്ച് തഫ്സീർ ഇട്ടിട്ട് നമ്മള് ഹിഫ്ള് ചെയ്ത് ഇനി അതിന് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് അപ്പൊ നമ്മള് പറയും ഞാൻ ആ സൂറത്ത് നല്ലോണം പഠിച്ചിന്, പരീക്ഷയിൽ എഴുതിയിട്ട് ഫുൾ മാർക്ക് കിട്ടിയതാ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇനി വേറൊരാൾ ആ ക്ലാസ് എടുക്കുമ്പോ നമ്മളത് കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല. എന്താ അറിയോ, നമുക്കുള്ള അറിവ് വീണ്ടും അതിലുണ്ടാകും. ഞാനിതൊക്കെ പഠിച്ചതാ, ഞാൻ ESLG പഠിച്ച് അല്ലെ അൻവർ അബൂബക്കർ സാറിന്റെ വിശദമായ ക്ലാസ് കേട്ട് അങ്ങനെന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. കാരണം എന്താ, ശരിക്കും ഇപ്പൊ സലാമോങ്ങൻ പറയുമ്പോ അതിലൊരു പ്രത്യേകത ഉണ്ട്, ആയിഷ പറയുമ്പോ അതില് കുറേ പോയിന്റുകൾ നമുക്ക് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി വേറെ ആരെങ്കിലും ഇപ്പൊ ക്ലാസ് എടുക്കുന്ന വിചാരിച്ചോ, അപ്പൊ നമുക്ക് വേറെ രീതിയിലായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് ഫാത്തിഹന്റെ ക്ലാസ് എങ്ങനെ, പിന്നെ സലാമോങ്ങത്തിന്റെ ക്ലാസ് നല്ലോണം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആയിഷ പറയുമ്പോ നമ്മൾ വിചാരിക്കും സുബ്ഹാനല്ലാഹ്. പിന്നെ നസീമ ടീച്ചർ എടുത്തപ്പോ വിചാരിക്കും അല്ലോ ഇതെന്തൊരു സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വേറെ അല്ലെ കാര്യങ്ങളാണ് നമുക്ക് ഓരോന്നിൽ നിന്നും കിട്ടുന്നത്. എല്ലാരും പറയുന്നത് ഖുർആൻ തന്നെ അല്ലെ, അർത്ഥം തന്നെ. പക്ഷെ അതിലൊക്കെ നമുക്ക് എന്തുണ്ട്, അത് അതിന്റെ ഒരു ഗാംഭീര്യത തന്നെയാണ്. പിന്നെ എല്ലാത്തിന്റെയും സത്യത, കൃത്യത അല്ലെ, വ്യക്തത, ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാത്തിലും എന്തുണ്ട്, എല്ലാത്തിലും ഒന്നിനൊന്ന് സാദൃശ്യമുള്ള ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ആയത്തുകളാണ് നമുക്ക് ഖുർആൻ ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഖുർആനിനെ മുഴുവനായിട്ടും പഠിച്ച് അതിന്റെ തദബ്ബുറൊക്കെ ചെയ്ത ആളുകള് ക്ലാസ് എടുക്കുമ്പോൾ അത് വേറെ തന്നെ ആയിരിക്കും. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയത്തുകൾ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോ ഇല്ലേ, നമുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നും. ഓരോ സൂറത്തുകളും അടുത്ത സൂറത്തുകളുമായിട്ടുള്ള അതിന്റെ കണക്ഷനൊക്കെ ഇങ്ങനെ പറയുമ്പോ വേറെ തന്നെ ഒരു ഭംഗിയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് അതൊക്കെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പറഞ്ഞത് മസാനി അല്ലെ, ആവർത്തിത വചനങ്ങള്. ശരിക്കും ഓരോന്നും എന്തിനാ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഒരു വിഷയം കഴിയുമ്പോ അടുത്ത വിഷയം,
ശരിക്കും ഓരോന്നും തന്നെ വാർത്തകൾ, നിയമങ്ങൾ, വിധിവിലക്കുകൾ, തത്വങ്ങൾ, തെളിവുകൾ, വാഗ്ദാനങ്ങൾ, താക്കീതുകൾ, ഉപദേശങ്ങൾ, കഥകൾ, ഉപമകൾ എല്ലാം തന്നെ ആവർത്തിച്ച് പറയപ്പെട്ടിരിക്കും അല്ലെ. ശരിക്കും കഥന്റെ കാര്യം തന്നെ എടുത്താൽ ഇപ്പൊ ആദം അലൈഹിസ്സലാമിൻ്റെത് എത്ര സ്ഥലത്താ ഉള്ളത് അല്ലേ? ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. ആവർത്തിച്ചുള്ള പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രം അള്ളാഹ് പറഞ്ഞു ഫുള്ളും പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താ പോരേനു അല്ലെ? അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല, അതിലൊരു ആസ്വാദ്യത ഉണ്ട് നമുക്ക്. ഓരോ കാര്യങ്ങളും, പിന്നെ ഉപമകളായാലും കഥകളായാലും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളായാലും താക്കീതുകളായാലും എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഓരോ വിഷയങ്ങളും തന്നെ പിന്നെ ഒരു വശം തീരുമ്പോഴേക്കും അടുത്ത വശം, മറുവശം. പിന്നെ ഒരു സ്ഥലത്ത് ചുരുക്കി പറഞ്ഞാല് വേറൊരു സ്ഥലത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ അള്ളാഹു എന്താ പറയാ, ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ഓരോ രീതിയിലും ആവർത്തിത വചനങ്ങളാണ്. പിന്നെ പ്രത്യേകം പറയാന്ന് വെച്ചാല് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥവും കൂടിയാണ് എന്ത്, ഖുർആൻ അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ തവണ പാരായണം ചെയ്തത് ഒരേ ഒരു ഗ്രന്ഥം ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ തന്നെ നമ്മളെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ജനിച്ചത് മുതലുള്ള കാര്യമില്ല, എന്നാലും നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ, അങ്ങനെ പറയാം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഈ മുസാഫ് എടുത്തിട്ട് ഓതുന്നില്ലേ അല്ലെ. കുട്ടിക്കാലത്ത് നമ്മള് ഒരുപക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഇതുകൊണ്ടൊന്നും ആയിരിക്കൂല അന്ന് നമ്മൾ ഓതിയിട്ടുണ്ടാവാൻ. എന്തായിരിക്കും ഞാനിങ്ങനെ ചിലപ്പോ ചിന്തിക്കാറുണ്ട് കേട്ടാ. അതിനൊക്കെ അള്ളാഹ് പ്രതിഫലം തരട്ടെ, ആമീൻ. അന്ന് നമുക്ക് അങ്ങനെ നിയത്ത് നന്നാക്കാ, ഇഖ്ലാസ് ഉണ്ടാകാ, അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലാലോ. അപ്പോ ഇങ്ങനെ ഖുർആൻ ഓതാൻ പറയും, നമ്മൾ ഓതും അല്ലെ. പിന്നെ കൂലി കിട്ടും എന്നൊക്കെ അറിയാം, അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടൂ, സ്വർഗം കിട്ടൂ, അങ്ങനൊക്കെ അത്രക്കെ അറിയുണ്ടാവും അല്ലെ. പിന്നെ ചിലപ്പോ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് അടി കിട്ടാണ്ടിരിക്കാനും കൽമിട്ടാണ്ടിരിക്കാനും ചിലപ്പോ എന്താക്കും, നല്ല കുട്ടിയാന്ന് പറയാനും അല്ലെ, എല്ലാരും നല്ല കുട്ടിയാന്ന് പറയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, ഓതിയിട്ടുണ്ടാവും. അതൊക്കെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മൾ ഈ ഖുർആൻ എത്രയായി ഓതുന്നല്ലേ, എത്ര ഖത്തം ഓതിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒന്നുമില്ലെങ്കിൽ ഒരു റമളാനിൽ ഒരു ഖത്തമെങ്കിലും ഒരു എന്തായാലും എല്ലാരും പൂർത്തിയാക്കി, മിക്ക ആൾക്കാരും പൂർത്തിയാക്കുന്നുണ്ടാവുമല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇപ്പൊ നമുക്കിത് ഓതിയിട്ട് നമുക്ക് മതിയായിനോ? നമുക്കിനി ഇത് കുറെ ഓതിയില്ലേ, കുറെ വായിച്ചില്ലേ, മതി, ഇനി അത് അവിടെ വെക്കന് വേറെ ബുക്ക് വായിക്കാം എന്ന് നമുക്ക് തോന്നിന. നേരെ മറിച്ച് നമ്മളൊരു കഥാപുസ്തകം നമുക്ക് കിട്ടിയാൽ ഒരു വട്ടം വായിച്ച് രണ്ടാമതൊരു വട്ടം അത് എടുത്ത് നോക്കാൻ തന്നെ നമുക്ക് തോന്നൂല അല്ലെ. പിന്നെ അത് നമ്മള് ചവറ്റുകൊട്ടയിലായിരിക്കും ഉണ്ടാവാന്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ പുസ്തകങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ലേ, നമുക്ക് ഓതിയത് തന്നെ ഓതാനാ കൂടുതൽ ഇഷ്ടം ഉണ്ടാകാന് ഇല്ല, അങ്ങനെയല്ലേ ശരിക്കും? ബക്കറന്നെ ടീച്ചറെ എത്ര പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ ഓതുന്നില്ല, എന്നാലും നമുക്ക് ആ ബക്കറയോട് ഭയങ്കര ഇഷ്ടല്ലേ. അതെല്ലാം പറയുന്നത്, ബക്കറനോടൊരു വല്ലാത്തൊരു ഇഷ്ടം വന്നുപോയി. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു നാളെ സൂറത്തുൽ ബക്കറയും ആല ഇമ്രാനൊക്കെ ഇങ്ങനെ മേഘത്തണലായി അല്ലെ, ഒരു പക്ഷിക്കൂട്ടം പോലെ ഇങ്ങനെ വരും, നമുക്ക് വേണ്ടി വാദിക്കും, അള്ളാഹിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്നൊക്കെ പറയുന്നില്ലേ. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആമീൻ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ശരിക്കും നമ്മള് മുമ്പൊക്കെ ഞാൻ വെച്ചാൽ ഭയങ്കര മടിയാ ഖുർആൻ ഓതാനല്ലോ. സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞാ ഒരു പേജ് ഓതിയിട്ട് തടി തപ്പു, 3 പേജ് ഓതൂല. മടീന്ന് പറഞ്ഞാൽ 30 ആയത്തൊന്നും എപ്പോഴും സജദ് മുൽക്കോ അല്ല ഓതുമ്പോ വലിയ ആനക്കാര്യം പോലെ വിചാരിക്കുമ്പോ മുൽക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്നിട്ട് സൂറത്തുൽ ബക്കറ എന്നെല്ലാം പറയുമ്പോ അല്ലോ, സൂറത്തുൽ ബക്കറേ എങ്ങനെ ഓതി തീർക്കാനാന്ന് എന്ന് ചിന്തിക്കലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാന്റെ ഒരു എളുപ്പം അള്ളാഹ് പറ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് തയ്യാറായാൽ അത് എളുപ്പം തന്നെ ഒരു പേജ് അല്ല, 2 പേജ് അല്ല, ഒരു 10 പേജ് അല്ല, 20 പേജ് ആയാലും എന്തായാലും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് അള്ളാഹു നമുക്കതിനെ എളുപ്പമാക്കി തരും, നമ്മൾ അതിലേക്ക് എത്തിയാല്. ഇപ്പൊ നമുക്ക് ഓതുമ്പോ ഒന്നും മതി തോന്നൂല, നിസ്കാരത്തിൽ ഓതുമ്പോ നമുക്ക് മതി തോന്നൂല.
അതിനോട് ഇഷ്ടവും ആ ഒരു ആസ്വാദനം നമുക്ക് കിട്ടിയാലാണേ നമുക്ക് ഈ ഫീലിംഗ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വേഗം മതിയാക്കിയിട്ട് എണീച്ചു പോകും. എന്നിട്ട് വിലീസ് ഇങ്ങനെ പറയൂലേ, ഉറക്കം വന്നിട്ട് ഖുർആൻ ഓതാൻ പാടില്ല, അതുകൊണ്ട് നീ കുറച്ച് ഉറങ്ങിക്കോ, മുസാഫാടെ പൂട്ടി വെച്ചെന്ന് പറയും. ഓ ശരിയാന്നല്ലോ, ഉറക്കം തൂങ്ങിയിട്ട് ഖുർആൻ ഓതാൻ പാടില്ല, എന്നാ പിന്നെ മുസാഫാടെ വെക്കാം, എന്നിട്ട് നമ്മൾ കുറച്ച് ഉറങ്ങും. ഉറങ്ങി എണീച്ചിട്ട് അയാൾ ഉന്മേഷത്തോടെ ഓദിക്കോന്ന് പറയും. ഉറങ്ങി പിന്നെ എണീക്കലുണ്ടാ, പിന്നെ നല്ലോണം കഥ കെട്ട് ഉറങ്ങി, പിന്നെ എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരക്കായി, പിന്നെ ഓരോ കാര്യങ്ങളായി അല്ലെ. പിന്നെ അടുത്ത പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഓതാനിരിക്കുമ്പോ വീണ്ടും നമ്മൾ എന്തായിരിക്കും, ടയേർഡ് ആയിരിക്കും അല്ലെ. അന്നേരം പിശാച് പറയും, നീ നല്ല ടയേർഡ് അല്ലേ, നീ ഉറങ്ങിക്കോ, നീ നാളെ മുതൽ നീ കുറേ ഓതിക്കോ, ഇന്ന് ഏതായാലും ഇങ്ങനെ ഓട്ടെ എന്ന് പറയും. പിന്നെ നാളെയോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും അല്ലെ. ഒരിക്കലും നമ്മളൊക്കെ ഓതാൻ ഇരുന്നാലില്ലേ ഇങ്ങനെ, അല്ലെങ്കിൽ ഉണ്ടോ ഒരു ഫോണ് വരുന്നത്, അല്ലെങ്കിൽ ഉണ്ടോ വേറെ എന്തെങ്കിലും, ഇങ്ങനെ നമ്മളെല്ലാം തടയും. ഉറക്കം വരുന്നെങ്കിൽ എന്താക്കിയാൽ മതി, എണീച്ച് പോയിട്ട് ഒന്ന് ഒന്നോർത്ത് വന്നാൽ മതി, നല്ല ഉന്മേഷത്തിൽ ഓതാൻ കഴിയും. ചെക്ക് ചെയ്യണം കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. നമ്മളിങ്ങനെ ഉറക്കം നോക്കി നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഖുർആൻ ഓതാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്നോടത്ത് മുഖം കഴുകി ഒന്ന് ഒന്നു എടുത്തിട്ട് വന്നാല് നല്ല ഉന്മേഷത്തോടെ നമുക്ക് എന്താക്കാൻ കഴിയും, ഖുർആൻ ഓതാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ധാരാളമായിട്ട് പാരായണം ചെയ്യുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് പാരായണം ചെയ്യപ്പെടുന്ന മസാനി, ആവർത്തിത വചനങ്ങളും എല്ലാ നിലക്കും മസാനി തന്നെയാണത്. പിന്നെ പറഞ്ഞത് എന്താ, അള്ളാഹുന് ഭയപ്പെടുന്നവരുടെ തൊലികള് വിടകൊള്ളും പറഞ്ഞു അല്ലെ. തഖ്ശഅറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. എവിടാ എവിടാ നമുക്കതെല്ലാം അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെല്ലാം മുന്നറിയിപ്പുകളും താക്കീതുകളും നമ്മൾ കാണുന്നു കേൾക്കുന്നു. നമുക്ക് എന്നിട്ട് ഇങ്ങനെ വിറകൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ടോ? ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ അൻഫാലില് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന് പറഞ്ഞിട്ട്. അതായത് നിശ്ചയമായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അവർ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ തൊലികൾ പേടിച്ച്, ഹൃദയങ്ങൾ നടുങ്ങി, പേടിച്ച്, അതായത് അങ്ങനെ വിറകൊള്ളുന്ന ആളുകളാണ്. പിന്നെയോ ജാതതുഹും ഈമാന അല്ലെ, അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോ അവരുടെ ഈമാൻ വർദ്ധിക്കും. എന്നിട്ട് അവർ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ ശരിക്കും ഇങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ, ഇങ്ങനെയുള്ളവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞ കാര്യം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാ അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആരെയാ ഭയം? ആരറിയുന്നതാ ഭയം? ആര് കേൾക്കുന്നതാ ഭയം? ആര് നോക്കുന്നതാ ഭയം? ആരെ മുമ്പിലാ നമുക്ക് ഭയം? ശരിക്കും നമ്മൾ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിന് പേടിയുണ്ടാ? അള്ളാഹിന് പേടിയുണ്ടോ എന്നുള്ളത് അടുക്കട്ട്. അള്ളാഹിന് ഇഷ്ടമുണ്ടാ? അള്ളാഹിന് ഇഷ്ടമുണ്ടോ? നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ മുമ്പിൽ നിന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യോ? പറയോ? കേൾക്കോ? കാണോ? അത് മാത്രം ആലോചിച്ചാൽ മതി അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിലേക്ക്. എന്നിട്ട് പിന്നെ അടുത്ത പറഞ്ഞത് എന്താ, സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. പിന്നീട് അവരുടെ തൊലികൾ, ഹൃദയങ്ങളും തൊലികളും അള്ളാഹുവിലേക്ക് ഇങ്ങനെ മയപ്പെട്ട് വരും എന്ന് പറയുന്നത്, ലോലമായിട്ട് വരും. ആദ്യം എന്താവും, ഞെട്ടി ഭയപ്പെട്ട് അല്ലെ, ഒരു വല്ലാത്തൊരു അവസ്ഥയില് ഉണ്ടാവും. പിന്നെ അതിങ്ങനെ എന്താവും, ഒരു ഇങ്ങനെ കൂളായിട്ട് അള്ളാഹുവിലേക്ക് അങ്ങനെ, അള്ളാഹിന്റെ കാരുണ്യത്തിലേക്ക് അല്ലെ, അത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിലേക്ക് എന്താകും, ഒതുങ്ങിക്കൂടും. അള്ളാഹിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച്
ഉപദേശ നിർദ്ദേശങ്ങളെ പാലിച്ച് അല്ലെ അള്ളാഹു പിന്നെ എല്ലാ നിലക്കും എന്നെ സഹായിക്കും, അള്ളാഹു എനിക്ക് സംരക്ഷണം നൽകും, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇല്ല ആ ഒരു വിശ്വാസത്തോടെ എന്താകും അള്ളാഹുവിലേക്ക് അങ്ങനെ കീഴൊതുങ്ങുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോ പ്രതീക്ഷയും അല്ലെ ഈമാനും ഇതൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകും. തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് അതിനെ നന്മകളാക്കും അല്ലെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് അള്ളാഹു തആല പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് നിലനിർത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണങ്ങളാണിത്. അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന് ആദ്യം ഭയപ്പെട്ട് ഇല്ലെ തൊലികൾ വിറകൊണ്ട് പിന്നീട് അള്ളാഹുവിലേക്ക് ഒതുങ്ങി 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 അള്ളാഹു ഇഷ്ടപ്പെട്ട എല്ലാ വാക്കും പ്രവൃത്തിയും എല്ലാം, അതായത് ഉള്ളും പുറവും ഒക്കെ ക്ലിയർ ആക്കിയിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയായിട്ട് നമ്മൾ മാറുമ്പോ അള്ളാഹുവിന്റെ വലിയകളില് അല്ലെ അള്ളാഹുവിന്റെ ഔലിയാക്കളില് നമുക്കൊരു സ്ഥാനം കിട്ടുമ്പോ സുബ്ഹാനല്ലാഹ് എത്ര വലിയ സൗഭാഗ്യമായിരിക്കും അല്ലെ. അള്ളാഹു നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വലി എന്ന് പറയുന്നത്, മുത്തഖി എന്ന് പറയുന്നത്, മുഹ്സിൻ എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗമൊന്നുമല്ല അല്ലെ. പരിശ്രമിച്ചാൽ അങ്ങനെയൊക്കെ ആവാൻ കഴിയും. നമ്മള് പരിശ്രമം അങ്ങോട്ടേക്ക് എത്തുന്നില്ല. അതാണ് നമ്മളെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ നെഫ്സ്, ഏറ്റവും വലിയ ശത്രു നമ്മളെ നെഫ്സ് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ശത്രു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹ് പരീക്ഷിക്കും എന്ന് പറയുന്നില്ല. അതില് ചില ആളുകൾക്ക് വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് അതായത് തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യം അവരെ മുമ്പിൽ ഇട്ട് കൊടുക്കും, അവസരങ്ങൾ നൽകും. എന്നിട്ട് ഇവൻ ചെയ്യുന്നുണ്ടോ നോക്കും. അവൻ അതിനിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തന്നെ അതിന് വലിയൊരു ഗുണപാഠം. യൂസുഫ് നബി അലൈഹി സ്വലാം സൗന്ദര്യം കൊണ്ട് അള്ളാഹു ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച ഒരു പ്രവാചകനാണല്ലേ. അവര് ആ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടതിന് ശേഷം അവിടുന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി പിന്നെ അടിമച്ചന്തയിൽ പോയി വിറ്റിട്ട് പിന്നെ എത്തുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ സുഖലോലുപതയിൽ കഴിയാനുള്ള ഒരു അവസരത്തിലായിരുന്നു അല്ലെ. അവർക്ക് അവിടെ നല്ല സുഖത്തിൽ കഴിഞ്ഞുകൂടാനുള്ള നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ കൊട്ടാരത്തിൽ. നല്ല റാഹത്തിൽ അവിടെ കഴിയാം. പക്ഷെ അവിടെ ഒരു പരീക്ഷണം അവരുടെ മുമ്പിൽ വരികയാണല്ലേ. ഒരു പെണ്ണ് വശീകരണ ശ്രമവുമായിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ അവിടെ ആരുമില്ല. എന്ത് ചെയ്താലും ആരും ഒന്നും പറയാനും കേൾക്കാനും ഒന്നുമില്ല. ആരും ഒന്നും ഇതാക്കില്ല. കാരണം അത്രയും വലിയ മലിക്കിന്റെ ഭാര്യയാണ് അല്ലെ, അസീസിന്റെ ഭാര്യയാണ് അവർ. അവർക്ക് എല്ലാത്തിനുള്ള പവർ ഉണ്ട്. അവരൊന്ന് കണ്ണടച്ചാല് ആരും ഒന്നും ഇതാക്കൂല. യൂസുഫിന് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് നിന്നില്ല അല്ലെ. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാമിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അള്ളാന്റെ കാവലുണ്ടായത് കൊണ്ടാണ്. അള്ളാന്റെ കാവലുണ്ടായത് കൊണ്ട് മാത്രം അല്ലെ. കാരണം നഫ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന നഫ്സിലെ അമ്മാറത്തും ബിസ്സൂ, തിന്മ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ നഫ്സ് എന്ന് പറയുന്നത്. തിന്മക്കുള്ള അവസരം അവിടെ ഉണ്ട്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് അഹബ്ബുസ്സിജിൻ, എനിക്ക് ജയില് മതി റബ്ബേ, ഞാന് ജയിൽ ഇഷ്ടപ്പെടുന്നു, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, എനിക്ക് ഈ സുഖങ്ങളൊന്നും വേണ്ട അള്ളാഹുവേ. കാരണം എന്താ? ഒരു തിന്മക്കൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് എനിക്കൊരു സുഖം എന്തുണ്ട് ആവശ്യമില്ല. ജയിലാണെങ്കിൽ ജയിൽ, കുഴപ്പമില്ല. തിന്മ വരൂലല്ലോ അല്ലെ. അവര് തെരഞ്ഞെടുത്ത മാർഗം അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണേ, നമ്മളെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നു വരും. അത് ഞാൻ എന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതല്ലേ അല്ലെ, എന്റെ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഓർത്താ മതി, ഇതൊക്കെ ഓർത്താ മതി, അള്ളാനൊന്ന് ഓർമ്മിച്ചാ മതി. ഒരു നിമിഷത്തെ അല്ലെ, ഒരു നിമിഷം, ഇത് നിമിഷത്തെ ഒരു കാര്യമാണ്.
എത്ര വലിയ ഈമാനുള്ള മുത്തഖയാണ്, തഖ്വയുള്ള മുത്തഖയാണ്, മുഅ്മിനാണ്, മുഹ്സിനാണ്, മുസ്ലിമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരായ നല്ല ദാവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലും പിടികൂടുന്ന ഇബ്ലീസിന്റെ കെണി എന്ന് പറയുന്നത് പെണ്ണാണെന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ടില്ലേ ബർസീസയുടെ ചരിത്രം? അവരെത്ര മാന്യമായ ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നില്ലേ? പക്ഷെ കാഫിറായിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അവിടെ ഇബ്ലീസിന്റെ കളിയാണ്, കെണി പ്രവർത്തനങ്ങൾ, നല്ല ആളുകളെ എങ്ങനെ വഴിതെറ്റിക്കാന്നുള്ള കുതന്ത്രവുമായി നടക്കുന്നു. നമ്മളൊരു കുഞ്ഞു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഒന്നിലും. കാരണം അതിലേക്ക് പിശാച് എന്താകും, വലുതായിട്ട് കടന്നു വന്ന് അതിങ്ങനെ വ്യാപിക്കും, ക്യാൻസർ പോലെയാണ്. പിന്നെ ഓരോന്നോരോന്നായിട്ട് എന്തായിക്കോളും, ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം, അതിനെ വേരോടെ പിഴുതെളി കളയണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹു ആ രൂപത്തിൽ അള്ളാഹുലേക്ക് വിനയപ്പെട്ട് സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, ആ ഒരു ഇതിലേക്ക് നമ്മളെ ഹൃദയങ്ങൾ, നമ്മളെ തൊലികളും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന, വിനയപ്പെട്ട അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. നിങ്ങളില്ലേ, എല്ലാവരും ഇല്ലേ, സൂറത്തു സുമർ 1 മുതൽ 23 വരെയുള്ള ആയത്തുകള് അർത്ഥസഹിതം അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും എല്ലാ ദിവസവും വായിക്കണേ. എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂടെ സൂറത്തു സുമർ 1 മുതൽ 24 വരെയുള്ള ആയത്തുകള് അർത്ഥം നോക്കിയിട്ട് വായിക്കാൻ, ആയത്ത് വായിക്കുക, അർത്ഥം വായിക്കുക. ആ രീതിയിൽ നിങ്ങൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും, അടുത്ത ആഴ്ച ഞാൻ സൂറത്തു സുമർ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, ആരെല്ലാം ഒരു ടാസ്ക് ആയിട്ട് എടുത്തോ. ആയത്തും വായിക്കണം, അർത്ഥം വായിക്കണം. കുറച്ച് സമയം വേണ്ടു കേട്ടോ, ഇൻഷാ അല്ലാ. ഇതന്നെ സൂറത്തു സുമർ തന്നെ. അത് നമ്മള് എല്ലാ ദിവസവും വായിക്കണേ, എല്ലാ ദിവസവും വായിക്കണം. അന്നേരം നമ്മളെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞോളും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നോക്കണേ. ഓരോ ആയത്ത് ഓതുമ്പോ ഓരോ വിശദീകരണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ഓർമ്മയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓർമ്മയോടെ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ പാരായണം ചെയ്യണേ. അശ്രദ്ധമായ രീതിയിൽ ഓതുമ്പോൾ നമുക്കൊന്നും ഓർമ്മ വരില്ല. നമുക്ക് ദുനിയാവിന്റെ കാര്യങ്ങളോ വേറെന്തെല്ലോ അനാവശ്യങ്ങളോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ഖുർആൻ ഓതുന്നു, തഫ്സീർ വായിക്കുന്നു, എന്നാൽ പോലും പിശാച് അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധ തെറ്റിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നല്ല മനസ്സാന്നിധ്യത്തോടെ നിങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊരു വർക്കായിട്ട് എടുത്തോ. ഹക്ക തിലാവത്തിഹിയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. നമ്മളെ ഓരോ പാരായണങ്ങളെയും നമുക്ക് ഏറ്റവും അർത്ഥം, ആശയം ഉൾക്കൊണ്ടിട്ടുള്ള പാരായണത്തിലേക്ക് അള്ളാഹു ഓരോ ആയത്തുകൾ നമുക്ക് ഓതുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള നമ്മൾ എത്തിച്ചേരട്ടെ. കുറെ കാണാതെ പഠിക്കുന്നതിനേക്കാളും പഠിച്ച ഒരു ഭാഗത്ത് പഠിച്ചോ, പക്ഷെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ എന്താക്കുക, പാരായണം ചെയ്ത് മുന്നോട്ട് പോകുക. അള്ളാഹു ഒരുപാട് കാലം നല്ല ദീർഘായുസോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടെ ഖുർആനിന്റെ ആൾക്കാരായി പഠിച്ചും പഠിപ്പിച്ചും പകർത്തിയും പകർന്നു കൊടുത്തും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹ് എത്ര കാലം ഈ ദുനിയാവിൽ ആയുസ് തരുന്നു, അത്രയും കാലം അള്ളാന്റെ ഓർമ്മയിലായിക്കൊണ്ട് വാർദ്ധക്യത്തിന്റെ അങ്ങോട്ടെത്തുമ്പോ പലർക്കും മറവിയും പിന്നെ പലതും സംഭവിക്കുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നല്ല ഓർമ്മയോടെ അള്ളാഹിനെ ദിക്റ് ചെയ്ത് അള്ളാന്റെ കാര്യങ്ങൾ ഇങ്ങനെ അള്ളാന്റെ കലാമെല്ലാം ഓതി പറഞ്ഞു കൊടുക്കാനെല്ലാം ഉള്ള തൗഫീഖ് അള്ളാഹു, നല്ല ആരോഗ്യം, ആയുസും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൃപ്തി ആഗ്രഹിച്ച് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ ഒരു തൃപ്തിയിലായിക്കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. റഹ്മാനായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവേ, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവേ, ഞങ്ങളുടെ ഇരുത്തത്തെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ അള്ളാഹുവേ. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ നടുങ്ങി പിന്നീട് നിന്നിലേക്ക് വിനയപ്പെട്ട്
അങ്ങേയറ്റം താഴ്മയോടുകൂടി നിന്നിലേക്ക് ചേരുന്ന നല്ല സ്വാലിഹീങ്ങളായ അടിമള കൂട്ടത്തിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ അടുത്തേക്ക് എത്താൻ അതിയായ ആഗ്രഹമുണ്ട് അല്ലാഹുവേ, നിന്നെ കാണാനും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് കാണാനും അതിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനും ഞങ്ങൾ ഇവിടെ കൊതിയോട് കാത്തിരിക്കുന്നു അല്ലാഹുവേ. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളെന്ന കഠിന കഠോരമായ നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ് അല്ലാഹുവേ. ഒരു നിമിഷം പോലും അതിന്റെ ചൂടേൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അല്ലാഹുവേ. ഞങ്ങൾ ഒരു നിമിഷം പോലും ആ നരകത്തിൽ നിന്ന് സ്പർശിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാര് റഹ്മാനായ റബ്ബേ. ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിന് കാരണമായി തീരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല ആരോഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ നാഥ. നല്ല ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ കാര്യത്തിലും നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കണ്ണിനും കാതിനും ഹൃദയങ്ങൾക്കും കൈകാലുകൾക്കും എല്ലാത്തിനും നാഥ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗാവസ്ഥയിൽ നിന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവർക്കും നീ ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസങ്ങളായി ഒരു വയറുവേദനയുമായിട്ട് കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. ഒരുപാട് സർജറികൾ കഴിഞ്ഞതാണ് അവരുടെ ശരീരത്തിൽ. ഇനിയും ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എൻ്റെ കൂടെ സെയിം ഏജാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. അവരിങ്ങനെ ഭയങ്കരമായി കുറച്ച് പ്രയാസത്തിലാണ്. ഡോക്ടർമാരൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന വേറെ ഡോക്ടർ ഇങ്ങനെ കാണിക്കുന്നു. സർജറി ഇല്ലാതെ തന്നെ അവർക്ക് അസുഖം ഭേദമാകാൻ എല്ലാവരും ദുആ ചെയ്യാ. ഇനി അഥവാ സർജറി വേണമെങ്കിൽ തന്നെ അല്ലാഹുവേ അവരുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ ആ ഒരു ഇത് റിമൂവ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ആരോഗ്യം, മക്കളെയും ഭർത്താവിനെയും എല്ലാം നോക്കാനുള്ള നല്ല ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. ഇതുപോലെ ഒരുപാട് ദുആ വസിയത്തുകൾ ഉണ്ടാകും. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും റഹ്മാനായ റബ്ബേ നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.